ഇന്ന് ലോകം മുഴുവനും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപുരുഷനാണ് ഭഗവാൻ കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണനെ ഒരേ സമയത്ത് തന്നെ കോടിക്കണക്കിന് ആൾക്കാരാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നതും പല പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ അറിയില്ല, ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത്ര ആൾക്കാരുടെ അടുത്ത് പോയി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? ഒരു കൃഷ്ണനല്ലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ യുക്തിവാദികൾക്ക് പലരും പറയുന്ന കാര്യമാണ്. ഈ ഒരു കൃഷ്ണനെ തന്നെ ഇത്രയും അധികം ആൾക്കാർ ഒരേ സമയത്ത് വിളിച്ചിട്ട് ഇവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ കൃഷ്ണൻ എങ്ങനെയാണ് ഇടപെടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതെന്നാണ്. അപ്പം മഹാഭാരതത്തിലൂടെ വളരെ ആഴത്തിൽ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള മഹാഭാരതം. അപ്പം മഹാഭാരതത്തിൽ ഒരു രംഗത്തിൽ പാണ്ഡവർക്ക് വനവാസം കിട്ടുന്നുണ്ട്. ചൂതുകളിയിൽ തോറ്റ് അവർ വനവാസത്തിന് പോയി അവർ കാമിക വനത്തിൽ താമസിക്കുന്ന സമയത്ത് കൃഷ്ണൻ അവരെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. കൃഷ്ണൻ കാണാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് കൃഷ്ണൻ കാണുന്നത് ഈ രാജകുമാരന്മാരായിട്ടുള്ള പാണ്ഡവരെല്ലാവരും, ശക്തന്മാരായിട്ടുള്ള പാണ്ഡവർ വെറുന്തറയിൽ തങ്ങളുടെ പത്നിയായിട്ടുള്ള പാഞ്ചാലിയോടൊപ്പം അവരോടൊപ്പം കുറേ ബ്രാഹ്മണരുണ്ട്. അവരെല്ലാവരും വെറുന്തറയിലാണ് കിടന്നുറങ്ങുന്നത്, ചെളിപുരണ്ട വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണന് അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു. അപ്പോൾ അദ്ദേഹം എന്താണ് സംഭവിച്ചതെന്ന് ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേ ഈ കള്ളച്ചൂതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണന് അതിഭയങ്കരമായിട്ടുള്ള കോപം വന്നിട്ട് കൗരവരെ എല്ലാവരെയും വധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചക്രവുമായിട്ട് ഇറങ്ങി തിരിച്ചെന്നാണ്. അപ്പം അദ്ദേഹം ദേഷ്യം കൊണ്ട് ഈ നിമിഷം തന്നെ അവരെ എല്ലാവരെയും ഞാൻ കൊന്നുകളയും, ഭീഷ്മരെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ അനീതിക്ക് കൂട്ടുനിന്നതിന് ഞാൻ കൊന്നുകളയും എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് അതികോപത്തോടു കൂടിയിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നത്. ആ സമയത്ത് യുധിഷ്ഠിരൻ വളരെ പണിപ്പെട്ട് ആശ്വസിപ്പിച്ചിട്ടാണ് കൃഷ്ണനെ അവിടെ ഇരുത്തുന്നത്. അതിനുശേഷം കൃഷ്ണൻ വളരെ വിഷമത്തോടു കൂടി പറയുന്നുണ്ട്, യുധിഷ്ഠിര, ഞാൻ ആ സമയത്ത് ഹസ്തിനാപുരിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ആ സമയത്ത് ഞാനുണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് പാഞ്ചാലിയുടെ വസ്ത്രത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം ദുശാസനൻ ഉണ്ടാകുകയില്ലായിരുന്നു. ദുര്യോധനെയും അവൻ്റെ കുരുടനായിട്ടുള്ള അച്ഛനെയും ഒക്കെ ഞാൻ വധിച്ചു കളഞ്ഞേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വലിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പം ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് പാഞ്ചാലിക്ക് വസ്ത്രാക്ഷേപ സമയത്ത് സഹായിച്ചത്? ശരിക്കും പറയുകയാണെങ്കിൽ ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ഈ ചൂതുകളിയുടെ സമയത്തും പാണ്ഡവർ തോറ്റ സമയത്തുമൊക്കെ ശിശുപാലൻ്റെ ഒരു അനുജൻ ശ്വാലൻ എന്ന് പറയുന്ന രാജാവ് മധുരയെ അതിശക്തമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണൻ ഈ ശ്വാലനുമായിട്ട് കുറേ നാളുകളായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഹസ്തിനാപുരിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം അറിയുന്നേ ഉണ്ടായിരുന്നില്ല എന്നാണ്. ആ സമയത്താണ്, ശാലിനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ വസ്ത്രാക്ഷേപം നടക്കുന്നത്. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം എല്ലാവർക്കും വളരെ അറിയാവുന്ന ഒരു രംഗമാണ് അല്ലേ. പാഞ്ചാലിക്ക് ശക്തരായിട്ടുള്ള 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാവരും നിസ്സഹായരായിപ്പോയി. അന്നത്തെ ധർമ്മത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? അതായത് ചൂതുകളിയിൽ തോറ്റു, മറ്റേയാൾക്ക് അടിമയായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു അധികാരവുമില്ല. അപ്പം ഈ സമയത്ത് പാഞ്ചാലി പല ധർമ്മങ്ങളും ഉപയോഗിച്ച് നോക്കുന്നുണ്ട്. അതായത് തന്നെ വിളിക്കാൻ വന്ന ഒരു സൂതനോട് പറഞ്ഞു വിടുന്നുണ്ട്, നീ ചെന്ന് ദുര്യോധനോട് ചോദിക്കൂ, അവരെ പണയം വെച്ചതിന് ശേഷമാണോ എന്നെ പണയം വെച്ചതെന്ന്. അതായത് അവരെ സ്വയം പണയം വെച്ചതിന് ശേഷമാണോ എന്നെ പണയം വെച്ചതെന്ന് ചോദിക്കാൻ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ ചെന്ന് ചോദിച്ചതിനൊന്നും ആ സമയത്ത് ഇതിന് ഉത്തരം പറയാൻ വേണ്ടി ദുര്യോധനൻ തയ്യാറാകുന്നില്ല. അവസാനം ദുശാസനെ പറഞ്ഞു വിട്ടിട്ട് ബലമായിട്ട് പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ദുര്യോധനൻ്റെ നിർദ്ദേശപ്രകാരം ദുശാസൻ ചെന്നിട്ട് പാഞ്ചാലിയെ വലിച്ചിഴച്ചുകൊണ്ട് വരുന്നുണ്ട്. വലിച്ചിഴച്ചുകൊണ്ട് വന്നിട്ട് അവിടെ വെച്ച് അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ആ സമയത്ത് അവമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ധൃതരാഷ്ട്രർ അന്ധനായതുകൊണ്ട് തന്നെ ധൃതരാഷ്ട്രനൊന്നും കാണാൻ പറ്റുന്നില്ല. അയാൾക്ക് സ്നേഹം കൊണ്ട് മനസാക്ഷിയുടെ കണ്ണ്, ധർമ്മത്തിൻ്റെ കണ്ണ് അടഞ്ഞു കിടക്കുകയായിരുന്നു. പുത്രനോടുള്ള അമിതമായിട്ടുള്ള സ്നേഹം കാരണം, ദുര്യോധനോടുള്ള. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പിതാമഹനായിട്ടുള്ള ഭീഷ്മൻ രാജ്യധർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്ത്രീയെ സംരക്ഷിക്കാനെന്ന കാര്യം മറന്നുപോയി. ദ്രോണരും രാജ്യധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൈവിട്ടു. അടിമകളായി കഴിഞ്ഞിട്ടുള്ള പാണ്ഡവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പാഞ്ചാലി എല്ലാവരെയും വിളിച്ച് രക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു. പക്ഷേ ആർക്കും രക്ഷിക്കാൻ വരാൻ വേണ്ടിയിട്ട് തയ്യാറായില്ലായിരുന്നു. അപ്പോൾ ദുശാസനൻ്റെ വലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പാഞ്ചാലി ബലമായിട്ട് തൻ്റെ സാരിയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏത് സമയത്ത് വേണമെങ്കിലും ഇത് അഴിഞ്ഞു വീഴാം.
അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അവസാനം 2 കൈയും വിട്ടിട്ട് ഭഗവാനെ കൃഷ്ണ എന്ന് വിളിച്ചു എന്നാണ്. ആ സമയത്ത് വ്യാസഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാൻ കൃഷ്ണൻ കണ്ണും നിറഞ്ഞ് ഗദ്ഗദകണ്ഠനായിട്ട് ചെരുപ്പ് പോലും ഇടാതെ അവിടെ പറന്നെത്തിയിട്ട് മറഞ്ഞു നിന്നുകൊണ്ട് പാഞ്ചാലിക്ക് വസ്ത്രങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു എന്ന്. അപ്പോൾ ഇങ്ങനെ ഈ വസ്ത്രങ്ങൾ കൊടുത്ത കാര്യം ഭഗവാൻ കൃഷ്ണന് പോലും ഓർമ്മയില്ലെന്നാണ്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ശാലനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന്. അപ്പോൾ ഇവിടെ എങ്ങനെയാണിത് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭക്തൻ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അറിയാതെ അവിടെ എത്തും, അതിന് യാതൊരു സംശയവുമില്ല. അത് ഏത് ഭഗവാനാണെങ്കിലും ഭക്തൻ്റെ വിളി തീവ്രമാണെങ്കിൽ ഭഗവാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് ഭഗവാൻ പോലും വന്നത് അറിയുന്നുണ്ടാവില്ല എന്നാണ്. അപ്പം ഭഗവാൻ കൃഷ്ണൻ ഒരാളെ ഉള്ളുവെങ്കിലും ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് വിളിക്കുന്നുണ്ടെങ്കിലും അവരുടെ എല്ലാവരുടെയും അടുത്ത് എത്താൻ വേണ്ടിയിട്ടുള്ള ശക്തി ആ വിശ്വാസം കൊണ്ട് ഭഗവാന് കിട്ടുന്നുണ്ടെന്നാണ്. അപ്പം ഇത് ആരും കേൾക്കാത്ത ഒരു കഥയാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള കഥകളുമായിട്ട് വീണ്ടും എത്താം. നമസ്കാരം.